എന്നും വൈകുന്നേരം ഒരു നടത്തം പതിവാണ് കേട്ടോ. ദേ ഈ പെണ്ണിന് നടക്കുന്നതൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. അവൾക്ക് 24 മണിക്കൂറും വീട്ടിനുള്ളിൽ ഇരിക്കുന്നതാണ് കേട്ടോ സന്തോഷം. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ ആരെങ്കിലും? നടന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. കുറച്ച് കടലൊക്കെ കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. രാവിലെ വരെ ഇവിടെ കടലുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചേ ഒരു ഐഡിയ ഇല്ലല്ലോ. ഈ നാട്ടിലെ ബേബീൻ്റെ അത്തേമാരൊക്കെ അതൊക്കെ നിന്ന് അങ്ങ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആരോടെ ഇപ്പോൾ ഒന്ന് ചോദിക്കുക. അതായത് നമ്മുടെ കടലുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2-3 JCBയും ഒരു കപ്പലൊക്കെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പാടം നിരത്തുന്ന ലാഘവത്തോടു കൂടി മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ കടൽ അവർ മണ്ണല്ല പൊയ്യിട്ട് അങ്ങ് നിരത്തിയിട്ടോ. എന്താ അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്നത് റിക്ലമേഷൻ എന്നാണ് കേട്ടോ. അതായത് ഈ കടൽ ഇതുപോലെ സാൻഡ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്ലമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മിക്ക ഐലാൻഡുകളിലും ഇതുപോലെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണുന്നത്. ഇതെന്തോ വലിയൊരു പ്രൊജക്റ്റാണ്. ഇതേ വീണ്ടും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ തന്നെ ഇപ്പോൾ റിക്ലെയിം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ണിയും കൂടി അതിൻ്റെ മുകളിലൂടെ ഒന്ന് നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് അതിലൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാനും ഉണ്ണിയും കൂടി കയറിയത്. കാരണം പേടിയുണ്ടായിരുന്നു. കടലിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ കടലൊക്കെ ഇതുപോലെ നികത്തി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്നും കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഭയത്തോടെ നമ്മൾ കാണുന്ന ഒരു സംഭവമായിരുന്നു. പാടം നികത്തുന്ന ലാഘവത്തോടെ ഇത്രയും നിരത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ശരിക്കും നല്ല പേടിയോട് കൂടിയാണ് ഞാനും ഉണ്ണിയും കൂടി അതിൻ്റെ മുകളിലൂടെ നടന്നത്. ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ അല്ലേ കടൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആടെ ഉണ്ടായ കടൽ കാണണമെങ്കിൽ ഇനി ഈടെ വരണം കേട്ടോ. ഇത്രയും ദൂരം വരണം. ഇതിൻ്റെ പേരിൽ കുറച്ച് എക്സസൈസും ആകും, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ള മാലദ്വീപ് വിശേഷങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാണ്ട്. നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.